ഹരിത കേരള മിഷന്റെ നെറ്റ് സീറോ എമിഷൻസ് ബഹുമതി സ്വന്തമാക്കി നാലാഞ്ചിറ മാർ ഗ്രിഗോറിയസ് ലോ കോളേജ്. ഊർജ്ജക്ഷമതാ പ്രവർത്തനങ്ങൾ, കാര്യക്ഷമമായ മാലിന്യ സംസ്കരണം, പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കാണ് ബഹുമതി. വർഷങ്ങളുടെ പ്രയത്നത്തിനൊടുവിലാണ് ഹരിത ക്യാമ്പസ് എന്ന സ്വപ്നം കോളേജിൽ യാഥാർത്ഥ്യമാക്കിയത്. ഹരിത കേരള മിഷന്റെ നെറ്റ് സീറോ എമിഷൻസ് ബഹുമതി നാലാഞ്ചിറ മാർ ഗ്രിഗോറിയസ് ലോ കോളേജിനെ തേടിയെത്തിയിരിക്കുകയാണ്. കോളേജിന്റെ ഊർജ്ജക്ഷമതാ പ്രവർത്തനങ്ങൾ, കാര്യക്ഷമമായ മാലിന്യ സംസ്കരണം, പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കാണ് ഈ ബഹുമതി. നമുക്ക് കോളേജിൽ സെൻറ്റർ ഫോർ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സെൻറ്റർ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ മെമ്പേഴ്സായിട്ടുള്ള വിദ്യാർത്ഥികളും അവരെ പരിശീലിപ്പിക്കാനും സഹായിക്കാനുമായിട്ട് അധ്യാപകരെ നിയമിച്ചിട്ടുണ്ട്. അവർ സാധാരണയായിട്ട് പരിസ്ഥിതി സംബന്ധമായ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്നത്. നമുക്ക് ഏകദേശം വർഷത്തിൽ 3 തവണ 100-ലധികം കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഓരോ തവണയും 100-ലധികം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എക്കോ ക്ലബ്ബ്, നമ്മുടെ കോളേജിൻ്റെ എക്കോ ക്ലബ്ബ് നമ്മുടെ ബീച്ച് ക്ലീനപ്പ് നടത്താറുണ്ട്, മറ്റ് സംഘടനകളുമായിട്ട് ചേർന്നുകൊണ്ട്. അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് നമ്മുടെ എക്കോ ക്ലബ്ബും അതുപോലെ തന്നെ ഈ സെൻറ്റർ ഫോർ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസുമാണ്. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പുനരുപയോഗ്യമായ ഊർജ്ജ ഉറവിടങ്ങളെ കണ്ടെത്തി പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന്റെ ശ്രമഫലമായിട്ടാണ് ഇത്തരത്തിലൊരു നേട്ടം ഈ കോളേജിനെ തേടിയെത്തിയത്. ഒരേ സമയം മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുകയും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്നു. കോളേജിന്റെ ഈ നേട്ടം മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രചോദനമായി മാറണമെന്ന് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. എല്ലാ കോളേജിലും ഉള്ളതല്ല, എല്ലാ കോളേജുകാരും അത് ചെയ്യേണ്ടതാണ്. ഞങ്ങളൊരു സെൽഫ് ഫൈനാൻസിങ് കോളേജാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ബാക്കി കോളേജ് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം ഇതിനൊക്കെ UGCയുടെ ഫണ്ടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ഞങ്ങൾക്കത് കിട്ടത്തില്ല. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ നിന്നുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്താൽ നല്ലതാണ്. കോളേജുകൾ മാത്രമല്ല, എല്ലാവരും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ തയ്യാറാകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഒരു വർഷം ഒരു മരമെങ്കിലും ഒരാൾ വെച്ച് പിടിപ്പിക്കണം. അങ്ങനെ വന്നാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ അന്തരീക്ഷ മലിനീകരണം നമുക്ക് നന്നായി കുറയ്ക്കാൻ പറ്റും. നമുക്ക് സ്വസ്ഥമായൊരു ജീവിതം, നമ്മൾ സുപ്രീം കോടതി പറയുന്ന പോലെ നമ്മുടെ എൻവയോൺമെൻറ്റ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ആനിമൽ എക്സിസ്റ്റൻസ് അല്ല, നമുക്ക് ഹ്യൂമൻ എക്സിസ്റ്റൻസ് തന്നെ ഉണ്ടാകണം. അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനം എല്ലാ ആളുകളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ജനം, തിരുവനന്തപുരം.